നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വകാര്യ സർവകലാശാലകളില്ലാതെ ഇനി മുന്നോട്ടു പോകാനാകില്ല. കാലത്തിനൊത്ത് മാറാതെ പറ്റില്ല. ഇനിയും വൈകിയാൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം പിന്നിലാകും. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമായിരുന്നു ഇത്. സത്യത്തിൽ കേരളത്തിലെ കമ്മികൾക്ക് എത്ര തന്തയുണ്ടെന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ 15 വർഷം മുൻപേ വരേണ്ടതായിരുന്നുവെന്ന് മുൻ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗവുമായിരുന്ന ടി.പി. ശ്രീനിവാസൻ ബിന്ദുവിന്റെ കരണം പുകച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വാശ്രയ കോളേജിന്റെ പേരിൽ സമരം നടത്തിച്ച് കൂട്ടത്തിലുള്ള 5 എണ്ണത്തെ കൊല്ലിച്ചു. ഒരുത്തനെ വെടിയുണ്ട കയറ്റി കിടപ്പിലാക്കി. എന്നിട്ടിപ്പോൾ സ്വകാര്യ സർവകലാശാല അനിവാര്യമാണെന്ന്. എന്ത് ജന്മങ്ങളാണോ ഇതൊക്കെ? സ്വാശ്രയ കോളേജ് വിഷയത്തിൽ പ്രതികരിക്കാതെ പിണറായി വായിൽ ഉണ്ടയും തിരികിയിരിക്കുകയാണ്. വാ തുറന്നാൽ ജനങ്ങൾ പച്ചത്തെറി വിളിക്കും. അതുകൊണ്ട് ബിന്ദുവിനെ ചാവേറാക്കിയിരിക്കുകയാണ്. മന്ത്രി ബിന്ദു പുളിച്ച തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ബിന്ദുവിന്റെ ഷോ കാരണം കൈരളിക്കും ദേശാഭിമാനിക്കും പച്ചത്തെറി അഭിഷേകം. സ്വകാര്യ സർവകലാശാല വിഷയത്തിലെ യു-ടേൺ അടി വാർത്ത കൈരളി മിന്നായം പോലൊന്ന് കാണിച്ചു. പിന്നെ വല്യേട്ടനും കുക്കറി ഷോയും ഒക്കെ ഇട്ട് രക്ഷപ്പെടുകയാണ്. എന്നാൽ ദേശാഭിമാനിക്കാണ് 8ന്റെ പണി കിട്ടിയത്. സർക്കാരിന്റെ യു-ടേൺ അടി വെള്ള പൂശി വെളുപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ദേശാഭിമാനിക്കാണ്. മന്ത്രി ബിന്ദു ചതിച്ചെന്നാണ് ദേശാഭിമാനിയുടെ കരച്ചിൽ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നെഴുതിയ തൂലിക കൊണ്ട് പുഷ്പനെ വെട്ടിയില്ലോ, ഞങ്ങൾ നെഞ്ചത്ത് വെട്ടിയില്ലോ എന്ന് എഴുതേണ്ടി വരുന്ന ഒരു ഗതികേട് നോക്കണേ. ബിന്ദുവിന്റെ യു-ടേൺ അടി വമ്പൻ കോമഡി ആയിരുന്നു. അതൊന്ന് കേട്ടു നോക്കാം. ഇത് കാലത്തിന് അനിവാര്യമായ നടപടിയാണ്. ഇനിയും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളിൽ ഉള്ളത്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനും മുന്നേറ്റത്തിനും അനിവാര്യമായ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട നയത്തിന് ഇന്നത്തെ സാഹചര്യത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള CPMന്റെ മുൻ നിലപാട് സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയതിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. മൂർത്ത സാഹചര്യത്തിന് അനുസൃതമായ തീരുമാനം എടുക്കുക എന്നത് മാർക്സിയൻ നിലപാടിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പോഴത്തെ മൂർത്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മന്ത്രി വെള്ള പൂശുകയായിരുന്നു അങ്ങ്. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നുമുണ്ടായിരുന്നു. വെള്ളം കുടി നല്ലതാണ്. കാരണം ഇതുപോലെ എത്രയോ നല്ല അവസരങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നടപ്പാകേണ്ടിയിരുന്ന പദ്ധതികൾ ഇവരുടെ വരട്ട് തത്വശാസ്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. എത്രയോ പദ്ധതികൾ അവസാനം ഇവർ തന്നെ കീഴടങ്ങുകയും ചെയ്യും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ പദ്ധതി നടപ്പാക്കി അതിലൂടെ കിട്ടുന്ന കാശ് നക്കാനും നോക്കും. ഇതാണിപ്പോഴും സംഭവിക്കുന്നത്. അല്ലാതെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ഉന്നമനം ഉണ്ടാക്കാനുള്ള നീക്കമൊന്നുമല്ല. പോക്കറ്റിൽ 10 കാശ് വീഴാനുള്ള വഴി ഒത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവനകൾ അതിന് പിന്നാലെ വെളുപ്പിച്ചുകൊണ്ട് ദേശാഭിമാനിയും നെടുനീളത്തിലൊരു ആർട്ടിക്കിൾ പങ്കുവച്ചിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗം ഇങ്ങനെയാണ്. കേരളത്തെ ദേശീയ തലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന ബില്ലാണിത്. ഭാവി തലമുറയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഗുണപരമായ നിരവധി ഘടകങ്ങൾ ഈ ബില്ലിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയമായ ചേരിതിരിവുകൾ മറന്ന് ഈ ബില്ല് എപ്രകാരം പ്രയോജനപ്രദമാക്കാമെന്ന ചർച്ചയാണ് ഇന്നിൻ്റെ ആവശ്യം. ക്വാളിറ്റി, ഇക്വിറ്റി, ആക്സസബിലിറ്റി എന്നീ അടിസ്ഥാന ശിലകങ്ങളിന്മേലാണ് ഈ കരട് നിയമം പടുത്തുയർത്തിയിരിക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി അഷ്വറൻസ്, കരിക്കുലം ഫ്ലെക്സിബിലിറ്റി, ടെക്നോളജി ഇൻ്റഗ്രേഷൻ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ഓട്ടോണമി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നിവയും കരട് ബിൽ അടിസ്ഥാനമാക്കുന്നു. കേരളത്തിലേക്ക് കടന്നുവരുന്ന സ്വകാര്യ സർവകലാശാലകൾ വഴി ലഭ്യമാകുന്ന അത്യാധുനിക ലാബുകളും റിസർച്ച് പ്രോജക്റ്റുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഭാവി തലമുറയ്ക്ക് ലോക നിലവാരമുള്ള ഗവേഷണ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ്. അക്കാദമിക ഗവേഷണ രംഗത്ത് കേരളത്തിന്റെ വലിയ കുതിപ്പിന് ഈ ബില്ല് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്ന കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് പുതിയ കോഴ്സുകളും സീറ്റുകളും ഏറെ സഹായകമാകും.
മാത്രവുമല്ല, ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ ഉറപ്പുവരുത്തുന്ന മികച്ച കോഴ്സുകൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്നതിന് പുതിയ സ്വകാര്യ സർവകലാശാലകൾ വഴി അവസരം കൈവരും. വിവിധ രാജ്യങ്ങളിലുള്ള സ്വകാര്യ സർവകലാശാലകൾ എല്ലാം തന്നെ മികച്ച ഗവേഷണ കേന്ദ്രങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കുന്ന എണ്ണമറ്റ ഗവേഷണങ്ങളാണ് ലോകമെമ്പാടുമുള്ള സ്വകാര്യ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം ആയിരക്കണക്കിന് പേറ്റന്റുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെയും ഊർജ്ജ സ്രോതസ്സുകളാണ്. കേരളത്തിലേക്ക് കടന്നുവരുന്ന സ്വകാര്യ സർവകലാശാലകൾ വഴി ലഭ്യമാകുന്ന അത്യാധുനിക ലാബുകളും റിസർച്ച് പ്രോജക്റ്റുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഭാവി തലമുറയ്ക്ക് ലോക നിലവാരമുള്ള ഗവേഷണ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ്. അക്കാദമിക ഗവേഷണ രംഗത്ത് കേരളത്തിന്റെ വലിയ കുതിപ്പിന് ഈ ബില്ല് വഴിയൊരുക്കും. ഇങ്ങനെയായിരുന്നു ഒരു നെടുനീളത്തിൽ ദേശാഭിമാനി പത്രത്തിൽ കൊടുത്ത ആർട്ടിക്കിൾ. എന്തോരം തൊലിക്കട്ടി ഉണ്ടായിരിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ സാധ്യമാകേണ്ട, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ് ഇവരുടെ കയ്യിലിരിപ്പും കൊടികുത്തി സമരവും കൊണ്ടില്ലാതായത്. എന്നിട്ട് പുഷ്പനെ കിടപ്പിലുമാക്കി. ഇനി കൊണ്ടുവരുന്ന സർവകലാശാലയ്ക്ക് പുഷ്പൻ സർവകലാശാല എന്ന് പേരിടുമോ എന്നാണ് പരിഹാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പും പിന്നീട് നടന്ന കോലാഹലങ്ങളും ഒന്നും കേരളം മറന്നിട്ടില്ലല്ലോ. കുറച്ചുപേരെ ബലിയാട് ആക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് ലാൽ സലാം വിളിക്കുന്നത് CPMകാർ. പിണറായി വിജയൻ ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല. വാ തുറന്നാൽ എയറിൽ കയറും. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല. MV ഗോവിന്ദനും തടി തപ്പുകയാണ്. ഇതിൽ നേതാക്കന്മാരുടെ വിശദീകരണങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും മന്ത്രി ബിന്ദു ഇപ്പോൾ എയറിലാണ്. വാ തുറന്നത് മുതൽ എയറിൽ കിടന്ന് അമ്മാനമാടുകയാണ് ബിന്ദു. പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവരുടെ ധാർഷ്ട്യത്തിനും ഒരു കുറവും വന്നിട്ടില്ല. നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളുടെ പിന്നാലെ പോകുമ്പോൾ മാപ്പ് പറയേണ്ട ഒരു മനുഷ്യനുണ്ട്, TP ശ്രീനിവാസൻ. ആ മനുഷ്യനെ തല്ലി ചതച്ച് SFI കാണിച്ച അന്നത്തെ ഗുണ്ടായിസം കേരളം മറന്നിട്ടില്ല. സ്വകാര്യ സർവകലാശാലകളെ ഇടത് സർക്കാർ സ്വാഗതം ചെയ്യുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അംഗം TP ശ്രീനിവാസനോട് SFI മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 20 വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സ്വകാര്യ സർവകലാശാല എന്ന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വൻ എതിർപ്പാണ് ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ചയായാണ് TP ശ്രീനിവാസനെ SFIക്കാർ മർദ്ദിച്ചത്. എന്നാൽ SFI TP ശ്രീനിവാസനോട് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി ബിന്ദു ഇപ്പോൾ തള്ളിക്കൊണ്ടുവരുന്നത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്തെ ചെയ്യാൻ പറ്റൂ. ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിലെടുത്തു. കാലാനുസൃതമായ മാറ്റങ്ങൾ വരും. 3 പതിറ്റാണ്ട് കൊണ്ട് ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ഇതായിരുന്നു ബിന്ദുവിൻ്റെ ഒരു തള്ളൽ. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ യാഥാർത്ഥ്യമായി. കാലാനുസൃതമായി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ സർവകലാശാലയുമായി മുൻപോട്ട് പോയേ പറ്റൂ എന്ന് കട്ടായം പറയുകയാണ് ബിന്ദു. സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ 15 വർഷം മുന്നേ വരേണ്ടതായിരുന്നുവെന്നാണ് മുൻ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗവുമായ TP ശ്രീനിവാസൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. അന്നേ സർവകലാശാലകൾ വന്നിരുന്നുവെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റത്തിന് കാരണമാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം ഇടതുപക്ഷം എതിർത്തത് അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുമോ എന്ന ഭയം കൊണ്ടാകാമെന്നും ശ്രീനിവാസൻ ഒരു ബോംബ് ഇടതിനിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഇവർ എതിർത്ത പദ്ധതിയല്ലേ, എന്നിട്ട് ഇവർ തന്നെ നടപ്പാക്കിയില്ലേ? ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. അതിൻ്റെ ബാക്കി പത്രമാണ് സ്വകാര്യ സർവകലാശാല വിഷയവും. എന്തായാലും സ്വകാര്യ സർവകലാശാലകൾക്ക് പച്ചക്കൊടി വീശി വിപ്ലവം കൊണ്ടുവരുന്നതും ഞങ്ങളാണ് എന്നാണ് ബിന്ദുവിൻ്റെ ഒരിത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.